കോട്ടയം മെഡിക്കൽ കോളേജിൽ പുതിയതായി നിർമ്മിക്കുന്ന കവാടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു കവാടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും അശാസ്ത്രീയമായ നിർമ്മാണമാണെന്ന ആരോപണങ്ങളുമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഈ ഒരു കവാടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഇവിടെ വലിയ രീതിയിലുള്ള ബ്ലോക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നു എന്നാണ് ആരോപിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ മെയിൻ കവാടം പണിയുന്നുണ്ട്. ആ കവാടം പണിയുന്നതിൻ്റെ ഒരു സാങ്കേതികത മനസ്സിലാകുന്നില്ല. കാരണം നേരത്തെ നല്ല സ്ലോപ്പായിട്ട് കിടന്ന ഒരു പ്രദേശമായിരുന്നു. ഇവിടെ മണ്ണിട്ട് പൊക്കി ഒരു കേവ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലതുവശത്തൂടെ നടന്നു പോകുന്ന ആൾക്കാരെ വരുന്ന വാഹനങ്ങൾ കാണില്ല. ഈ കഴിഞ്ഞ ദിവസം തന്നെ ആംബുലൻസ് വന്ന് ഒരു വ്യക്തിയെ ഇടിച്ചിടുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇതെല്ലാം നമ്മൾ വാർത്തയിലൂടെ അറിഞ്ഞതാണ്. ഈ സൈഡ് വശം നല്ല രീതിയിൽ പൊങ്ങിയിട്ടുണ്ട്. അതായത് മതിൽ കെട്ടി നല്ല രീതിയിൽ പൊക്കിയിരിക്കുകയാണ്. വലതുവശം മതിൽ കെട്ടി പൊക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ വശപ്പെട്ടത് താന്നു പോയിരിക്കുന്നു. അപ്പം വരുന്ന വാഹനങ്ങൾ സ്പീഡിൽ കയറുകയോ അല്ലെങ്കിൽ കയറി പോവുകയോ ചെയ്യുന്ന അവസരത്തിൽ നടന്നു വരുന്ന വ്യക്തികളെ കാണത്തില്ല. അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ ശാശ്വത പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനേജ്മെന്റ് കമ്മിറ്റി അല്ലെങ്കിൽ മാനേജ്മെന്റ് ഉചിതമാകുന്ന തീരുമാനം എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണം. കാരണം ഇനിയും ഇങ്ങനെയാണ് എങ്കിലും ഉറപ്പായിട്ടും അപകടങ്ങൾ കൂടും. ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് കയറി പോകുമ്പോഴത്തേക്ക് ഒരു ടേണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് പുതിയ കവാടത്തിനകത്തോട്ട്. വിട്ടുവരുന്ന ആംബുലൻസ് അത് ചവിട്ടിയാൽ അത് കിട്ടണം നിർബന്ധമൊന്നുമില്ല. ടേണിങ്ങിൽ കേവ് എടുക്കുമ്പോഴത്തേക്ക് ചവിട്ടിയാൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടെ ഇടിച്ച് തകർത്തുകൊണ്ട് അപ്പുറത്തേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകും. ഇനി ഏതെങ്കിലും കാരണവശാൽ അതിലെ നടന്നു പോകുന്ന ആൾക്കാർ നടപ്പിലുണ്ടെങ്കിൽ അപകടത്തെ തീവ്രത കൂട്ടുകയുള്ളൂ. അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള ചിന്താഗതി ഉണ്ടാവണം ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക്. അശാസ്ത്രീയമായിട്ടുള്ള ഡിസൈനിങ്ങും അശാസ്ത്രീയ പരിഷ്കാരങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടിക്കാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. കാരണം ആൾക്കാർ നടന്നു പോകുന്നതിന് ഇടയ്ക്കൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നു. ഇവിടെ നിന്ന് ലെഫ്റ്റ് ടേൺ ചെയ്യുമ്പോഴത്തേക്ക് നടന്നു വരുന്ന ആൾക്കാരെ കാണുന്നില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ ഒരു കവാടമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. നാളെ ഇതിനെ ഒരു മാറ്റം വരുത്തുകയോ ഡിസൈനിൽ മാറ്റം വരുത്തുകയോ ചെയ്തില്ല എങ്കിൽ, ഇതേ ഡിസൈന് തുടരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലുള്ള അപകടങ്ങൾ അനവധി ഇവിടെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അത് ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറന്നുകൊണ്ട് ഉചിതമാകുന്ന തീരുമാനം എടുക്കണമെന്നാണ് നമുക്ക് ഒരു നാട്ടുകാരൻ നിലയ്ക്കും ഒരു കമ്മിറ്റി ഒരു പാർട്ടിയുടെ പ്രതി നിലയ്ക്ക് എനിക്കത് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ മോർച്ചറി ഫ്രണ്ടിൽ തൂണ് നാട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ തൂണടിച്ചിട്ട് അവിടെ ചങ്ങലിട്ട് വെച്ചിരിക്കുകയാണ്. മുമ്പ് അവിടെ വരുന്ന ആംബുലൻസുകൾക്ക് പാർക്കിൽ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ടേണിനായിട്ട് ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്ത് പോകാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ എല്ലാം വേർതിരിച്ചുകൊണ്ട് പാർക്കിംഗ് മാറ്റി മൊത്തം തൂണടിച്ചിരിക്കണം. അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ആ തൂണിൻ്റെ പേരിൽ നമുക്ക് പറയാനുള്ളത്.